ഏ 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടോ? പ്രവാസികൾക്ക് ഇത്രയൊക്കെ സാമ്പത്തിക സഹായം നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ വീഡിയോന് താഴെ വരുന്ന കമന്റ്സ് ആണ് പ്രവാസി പെൻഷനെ പറ്റി എന്തെങ്കിലും പറയാമോ, അല്ലെങ്കിൽ പ്രവാസികൾക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നുള്ളതൊക്കെ. ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഒരു ഉത്തരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഗൾഫിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിലോ ജോലി ചെയ്യുന്നവരാണോ നിങ്ങൾ? അതോ വിദേശത്തെ ജോലി കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി വിശ്രമ ജീവിതം നയിക്കുന്നവരാണോ? അതുമല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ, ഉദാഹരണത്തിന് ബാംഗ്ലൂർ, മുംബൈ, ചെന്നൈ, ഡൽഹി എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വളരെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ് നൽകുന്ന പെൻഷനും മറ്റ് സാമ്പത്തിക സഹായങ്ങളും. പലപ്പോഴും പല പ്രവാസികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്കിനി പെൻഷൻ കിട്ടുമോ? ഞാൻ എൻ്റെ നല്ല സമയമൊക്കെ പുറത്തായിരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് പെൻഷൻ കിട്ടുമോ? ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ ഞാൻ മാസം എത്ര രൂപ അടയ്ക്കണം? നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസി പെൻഷൻ എനിക്ക് തുടരാൻ പറ്റുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം വളരെ സിമ്പിളായ രീതിയിൽ സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഞാൻ മറുപടി നൽകാം. സോ വീഡിയോ സ്കിപ്പ് ആക്കരുത്, കാരണം ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം, നിങ്ങളും ഇതിൽ എലിജിബിൾ ആണോ എന്ന കാര്യങ്ങളെല്ലാം ലാസ്റ്റാണ് ഞാൻ പറയുന്നത്. ഓക്കെ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അജ്ന. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്താണ് നോക്കുന്നത്? പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യൂ, കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ അറിയേണ്ടത് ആർക്കൊക്കെയാണ് ഈ സ്കീമിൽ ചേരാൻ അർഹതയുള്ളത് എന്നാണ്. കേട്ടോളൂ, 18 വയസ്സ് പൂർത്തിയായ 60 വയസ്സ് കഴിയാത്ത ഏതൊരു മലയാളി ക്ലാസിഫൈഡ് പ്രവാസിക്കും ഈ ഒരു സ്കീമിൽ അംഗമാകാം. ഇതിനെ പ്രധാനമായും 3 കാറ്റഗറി ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 1A, വിദേശത്തുള്ള പ്രവാസികൾ, അതായത് നിലവിൽ വിദേശ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഗൾഫ് നാടുകളോ അല്ലെങ്കിൽ യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ ഇവിടെ വിസയുള്ള അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന പ്രവാസികൾ. കാറ്റഗറി നമ്പർ 1B, തിരിച്ചെത്തിയ പ്രവാസികൾ, അതായത് കുറഞ്ഞത് 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത ശേഷം പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെ സ്ഥിരതാമസം ആക്കിയ ആളുകൾ. ഓക്കെ, ഈ 2 കാറ്റഗറി. പിന്നെ വരുന്നത് കാറ്റഗറി 2A, അതായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ, കേരളത്തിന് പുറത്ത്, അതായത് ഇപ്പം തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഏതോ ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഈ സ്ഥലങ്ങളിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളി ആളുകൾ, ഇവരാണ് അടുത്ത കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ ഈ 3 കാറ്റഗറിയാണ് നിലവിലുള്ളത്. ഇതിലൊരു പ്രധാന കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, 60 വയസ്സ് കഴിഞ്ഞാൽ പുതിയതായി ഈ സ്കീമിൽ ജോയിൻ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് 18-നും 60-നും ഇടയിൽ പ്രായമുള്ളപ്പോൾ തന്നെ ഇതിൽ ചേരാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം എലിജിബിലിറ്റി മനസ്സിലായി. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, അതായത് മാസം എത്ര രൂപ അടയ്ക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര രൂപയായിരിക്കും പെൻഷൻ കിട്ടുക എന്നുള്ളത്. ഇത് ഞാൻ വളരെ ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ ഫീസ് അഥവാ രജിസ്ട്രേഷൻ ഫീസ്. തുടക്കത്തിൽ ഒറ്റ തവണയായിട്ട് ഒരു 200 രൂപ അഡ്മിഷൻ ഫീസ് അടച്ച് നിങ്ങൾക്ക് ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാസാമാസം അടയ്ക്കേണ്ട വരി സംഖ്യ. ഇത് അടയ്ക്കേണ്ടത് വിദേശത്തുള്ളവർ കാറ്റഗറി 1A വരുന്നവര് മാസം 350 രൂപ വെച്ച് അടയ്ക്കണം. നാട്ടിൽ തിരിച്ചെത്തിയവരും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ, അതായത് കാറ്റഗറി 1B and 2A മാസം 200 രൂപ വെച്ച് അടയ്ക്കണം. ഇനി എത്ര രൂപ പെൻഷൻ കിട്ടുന്നുള്ളത് നോക്കിയാലോ. കുറഞ്ഞത് 5 വർഷമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പണം അടച്ചിരിക്കണം. 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് മാസാമാസം പെൻഷൻ ലഭിച്ചു തുടങ്ങും. അതായത് നിങ്ങളിപ്പോൾ പ്രവാസി ജീവിതമൊക്കെ ഒഴിവാക്കി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടും. ഇനി നമുക്ക് എമൗണ്ട് നോക്കിയാലോ. വിദേശത്തുള്ളവർക്ക് കുറഞ്ഞത് 3500 രൂപ മാസം പെൻഷൻ ലഭിക്കും. തിരിച്ചെത്തിയവർക്കും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്കും കുറഞ്ഞത് 3000 രൂപ മാസം പെൻഷൻ ലഭിക്കും. ഇനി ബോണസ് പെൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. ഇവിടെയാണ് ഏറ്റവും വലിയ ലാഭം. നിങ്ങൾ 5 വർഷത്തിൽ കൂടുതൽ വരിസംഖ്യ അടയ്ക്കുന്നുണ്ടെങ്കിൽ 5 വർഷത്തിന് ശേഷമുള്ള ഓരോ അധിക വർഷത്തിനും നിങ്ങളുടെ അടിസ്ഥാന പെൻഷൻ തുകയുടെ 3% വീതം ബോണസായി വർദ്ധിക്കും. അതായത് നിങ്ങൾ എത്ര നേരത്തെ ചേർന്ന് കൂടുതൽ വർഷം അടയ്ക്കുന്നുവോ അത്രയും കൂടുതൽ പെൻഷൻ എമൗണ്ട് നിങ്ങൾക്ക് 60 വയസ്സിന് ശേഷം നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. ഇതാണ് ഇതിന്റെ ഒരു ടെക്നിക്ക്. പലരും വിചാരിക്കുന്നത് ഈ ഒരു പെൻഷൻ സ്കീം എന്ന് പറയുന്നത് 60 വയസ്സിന് ശേഷം മാത്രം കിട്ടുന്ന പെൻഷൻ മാത്രമുള്ള ഒരു സ്കീമാണ് എന്നാണ്. പക്ഷെ അതല്ല സത്യം. നിങ്ങൾ ഈ ഒരു ഫണ്ടിൽ അംഗമാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് നിരവധി സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കും. അതിൽ ഒന്നാമതായി വരുന്നതാണ് മരണാനന്തര സഹായവും അതുപോലെ ഫാമിലി പെൻഷനും. അംഗമായിരിക്കെ തന്നെ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ട സാമ്പത്തിക സഹായവും അതുപോലെ പെൻഷൻ വാങ്ങിയിരുന്ന വ്യക്തി മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ
പങ്കാളിക്ക് നിങ്ങളുടെ പാർട്ട്ണറിന് സ്പൗസിന് 50% ഫാമിലി പെൻഷനും ലഭിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചികിത്സാ സഹായം. ഇപ്പൊ ക്യാൻസർ, സ്ട്രോക്ക്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലാണെങ്കിൽ 50,000 രൂപ വരെ ചികിത്സാ ധനസഹായം ലഭിക്കും. മൂന്നാമത്തെ കാര്യമാണ് മകളുടെ വിവാഹ സഹായം. 3 വർഷം അംഗത്വം പൂർത്തിയാക്കിയവരുടെ മക്കളുടെ വിവാഹത്തിന് 10,000 രൂപ സഹായം കൊടുക്കുന്നുണ്ട്. പരമാവധി 2 മക്കൾക്കാണ് കിട്ടുന്നത്. നാലാമത്തെ കാര്യമാണ് പ്രസവ ആനുകൂല്യം. വനിതാ അംഗങ്ങൾക്ക് പ്രസവ സഹായമായി 3,000 രൂപ വരെ ലഭിക്കും. അഞ്ചാമത്തെ കാര്യമാണ് മക്കളുടെ വിദ്യാഭ്യാസ സഹായം. ഡിഗ്രി, PG, പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന മക്കൾക്ക് മെറിറ്റ് സ്കോളർഷിപ്പുകളും വിദ്യാഭ്യാസ സഹായങ്ങളും കൊടുക്കുന്നുണ്ട്. ആറാമത്തെ കാര്യമാണ് വീട് വെക്കാൻ പലിശ ഇളവ്. ഹൗസിംഗ് ലോണുകൾക്ക് പലിശ സബ്സിഡി ആനുകൂല്യവും ഈ ഒരു സ്കീമിൽ നിങ്ങൾ അംഗമാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് കിടക്കുകയാണ്. ഇത് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത്. ബിഫോർ ദാറ്റ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്താണ് പെട്ടെന്ന് സംഭവിക്കുക നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാസം ഒരു 400-500 രൂപ എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് പ്രീമിയത്തിൽ നിങ്ങൾക്ക് പ്ലാനുകൾ ആരംഭിക്കാം. 51-ലധികം ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. കൂടാതെ 15% വരെ ഡിസ്കൗണ്ടിൽ ലഭിക്കും. നിങ്ങളുടെ കുടുംബത്തിന് കോടികൾ വരെ പരിരക്ഷ ലഭിക്കുന്ന പ്ലാനുകൾ തിരഞ്ഞെടുക്കാനും സാധിക്കും. ഞാനിപ്പോൾ പറയുന്നത് പോളിസി ബസാറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച സേവിങ്സ് എല്ലാം പോകും. സോ ആ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവരുത്. മാസം ഒരു 400-500 രൂപ പ്രീമിയത്തിൽ പ്ലാനുകൾ ലഭ്യമാണ്. കോടികൾ വരെ കവറേജ് കിട്ടുന്നുണ്ട്. 25% വരെ ഡിസ്കൗണ്ട് ഇപ്പോൾ ലഭിക്കും. 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും 51-ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സും ഉണ്ട്. സോ കൂടാതെ നിങ്ങൾക്ക് സഹായത്തിനായി ഒരു ഡെഡിക്കേറ്റഡ് ഹെൽത്ത് മാനേജറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതുപോലെ ചെക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. എങ്ങനെ ഈ ഒരു സ്കീമിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നത് നമുക്ക് നോക്കാം. ഇതിനായി നിങ്ങൾ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിലിരുന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്ഷയ സെന്റർ വഴിയും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ പാസ്പോർട്ട് പകർപ്പ്. അതിൽ വിസ പേജ് ഉണ്ടാവണം. അതുപോലെ അറ്റൻഡൻസ്, എൻട്രി, എക്സിറ്റ്, സ്റ്റാമ്പിംഗ് അടക്കമായിരിക്കണം. ആൻഡ് പ്രവാസി റദ്ദായി വന്നവരാണെങ്കിൽ പാസ്പോർട്ടിലെ കം ബാക്ക് സ്റ്റാമ്പ് അവിടെ അത് നിങ്ങൾ കാണിക്കണം. ആൻഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, നിങ്ങളുടെ ഒപ്പ് വേണം, ബാങ്ക് പാസ്ബുക്ക് ആൻഡ് ആധാർ കാർഡ് വേണം. ഇനി നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലാണ്, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ജോലി അതല്ലെങ്കിൽ മെയിൽ വിലാസത്തിൻ്റെ ഒരു തെളിവ് വേണം. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.pravasikerala.org ആണ്. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് മൊബൈലിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സൈറ്റിൽ കയറി ചെയ്താൽ മതി. അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ അവരോട് കാര്യം പറഞ്ഞാൽ അവരതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് മാസാമാസം അടയ്ക്കേണ്ട തുക കൃത്യമായിട്ട് അടയ്ക്കണം. തുടർച്ചയായിട്ട് 12 മാസം, അതായത് 1 വർഷം എമൗണ്ട് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അംഗത്വം ആ ഒരു നിങ്ങൾ അതിൽ അംഗമാണെന്നുള്ളൊരു സാധനം സസ്പെൻഡ് ആവും. അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് പിഴ അടച്ച് നിങ്ങൾ റീഓപ്പൺ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഗൂഗിൾ പേ വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ മാസാമാസം അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലോ തുക കൃത്യമായിട്ട് അടച്ചു തീർക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാൻ സർക്കാർ നൽകുന്ന ഏറ്റവും വലിയൊരു സുരക്ഷാ വലയമാണ് പ്രവാസി ക്ഷേമനിധി പെൻഷൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാസം ഒരു 200 രൂപ അല്ലെങ്കിൽ ഒരു 350 രൂപ എന്നുള്ളതൊരു വലിയ തുകയല്ല. എന്നാൽ ഭാവിയിൽ അത് വലിയൊരു തണലായിട്ട് നമുക്ക് മാറും. ഇപ്പം നമുക്കതൊരു ബിഗ് ഡീൽ അല്ല പൈസ. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗവൺമെന്റിൻ്റെ ഉണ്ടെങ്കിൽ നമ്മളത് തേടി പിടിച്ച് അന്വേഷിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, 18 വയസ്സ് തികഞ്ഞ ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾ അറിയുന്നതോ നിങ്ങളോ ഇനി അബ്രോഡിലാണ് താമസിക്കുന്നത് എങ്കിൽ ഈ ഒരു പ്രവാസി പെൻഷൻ നിങ്ങളും എടുക്കുക. എലിജിബിലിറ്റി പോയിട്ട് ചെക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ മറ്റെന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ലോങ് വീഡിയോ വേണമെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്നാസ് സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.